പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കിയെടുക്കുക, മസ്ലഹത്താക്കുക, അതൊരു വലിയ പുണ്യകർമ്മമാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നൂതിഹി അജ്റൻ അളീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം വാഗ്ദത്തം ചെയ്ത ഒരു അമലാണ് പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കുക എന്നത്. പിണങ്ങാൻ പാടില്ല എന്നതൊരു നിയമമാണ്. നമ്മളൊരു മോമിനായ മനുഷ്യരുമായി പിണങ്ങി മിണ്ടാതിരുന്നാൽ പിന്നെ നമ്മളെ ഒരു സൽക്കർമ്മവും അല്ലാഹു തആല സ്വീകരിക്കില്ല. സ്വീകരിക്കണമെങ്കിൽ നമ്മൾ അദ്ദേഹവുമായി ഇണങ്ങണം. ചില ആളുകൾക്ക് മറ്റൊരാളുമായി പിണങ്ങുന്നതിന് യാതൊരു മടിയുണ്ടാവില്ല. പെങ്ങന്മാരുമായി പിണങ്ങിയവർ, അനുജനുമായി പിണങ്ങിയവർ, ജ്യേഷ്ഠനുമായി പിണങ്ങിയവർ, ബാപ്പാന്റെ ജ്യേഷ്ഠനും ബാപ്പന്റെ അനുജനും ബാപ്പന്റെ പെങ്ങളുമായിട്ടൊക്കെ പിണങ്ങുന്നവർ, അമ്മാമനുമായി പിണങ്ങുന്നവർ, അതുപോലെ ഉമ്മയുടെ സഹോദരി സഹോദരന്മാരുമായി പിണങ്ങുന്നവർ, അളിയനുമായി പിണങ്ങുന്നവർ, അതുപോലെ പുതിയാപ്പിളയുമായി പിണങ്ങുന്നവർ, മക്കളുമായി പിണങ്ങുന്നവർ, ഭാര്യയുമായി പിണങ്ങുന്നവർ, ഭർത്താവുമായി പിണങ്ങുന്നവർ, ഇങ്ങനെ ഒരുപാട് ജനങ്ങളെ വിവരമില്ലായ്മ കൊണ്ട് ചെയ്യുന്ന വലിയ തെറ്റ് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. വിവരമുള്ളവൻ മറ്റൊരാളോട്, ഒരു മോമിനായ മനുഷ്യനോട് പിണങ്ങൂല, കുടുംബത്തിലുള്ളവരോട് തീരെ പിണങ്ങൂല, ഭാര്യയോടും ഭർത്താവിനോടും പിണങ്ങൂല, മക്കളോട് പിണങ്ങൂല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏതെങ്കിലും നിർബന്ധ കൽപ്പനകൾ വിലവെക്കാതെ തള്ളിക്കളഞ്ഞതിന്റെ പേരിലോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണെന്ന് പറഞ്ഞ് നബി തങ്ങളെ നിസ്സാരപ്പെടുത്തിയതിന്റെ പേരിലോ, അല്ലെങ്കിൽ അല്ലാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് വാദിച്ചതിന്റെ പേരിലോ, ഇങ്ങനെ ഈമാൻ തെറ്റിപ്പോകുന്ന വാദങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലോ, അല്ലെങ്കിൽ വളരെയേറെ അനിവാര്യമായും കൃത്യമായി നിർവഹിക്കേണ്ട നിസ്കാരം നിസ്കരിക്കാത്തതിന്റെ പേരിലോ, കഴിവുണ്ടായിട്ടും നോമ്പെടുക്കാത്തതിന്റെ പേരിലോ, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നതിന്റെ പേരിലോ, മദ്യപിക്കുന്നതിന്റെ പേരിലോ, വ്യഭിചാര പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റായ ആശയങ്ങൾ പറയുന്നതിന്റെ പേരിലോ ഒരു മനുഷ്യനുമായി പിണങ്ങുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന പിണക്കമാണ്, പ്രതിഫലം ലഭിക്കുന്ന പിണക്കമാണ്. അത് സഹാബത്തും താബഈങ്ങളും മുഴുവൻ ആളുകളും ചെയ്ത് കാണിച്ചു എന്ന സൽക്കർമ്മമാണ്. അതേ സമയത്ത് ചെറിയ ചെറിയ ദുനിയാവിന്റെ കാര്യത്തിനു വേണ്ടി, അല്ലെങ്കിൽ പരിഗണന കുറഞ്ഞുപോയി എന്ന തെറ്റായ ചിന്തകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവഗണിച്ചു കളഞ്ഞു എന്ന തോന്നലിന് വേണ്ടി, അങ്ങനെയൊക്കെയുള്ള ദുനിയാവിന്റെ പേരിലുള്ള പിണക്കം അതൊരു മോമിനായ മനുഷ്യനൊരിക്കലും അനുയോജ്യമായ കാര്യമല്ല. അങ്ങനെ പിണങ്ങി ജീവിക്കുന്നവനെ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, കുടുംബവുമായി പിണങ്ങി ജീവിക്കുന്നവൻ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലെ ദുആക്ക് തന്നെ ഇജാബത്ത് കിട്ടുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത്ര ഗൗരവമുണ്ടതിന്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, ആരെങ്കിലും പിണങ്ങി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാം ഇണങ്ങണം. ഒരു ദർസിലെ മുതഅല്ലിമീങ്ങൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല. ആരെങ്കിലും പിണങ്ങിയവരുണ്ടെങ്കിൽ പിണക്കം തീർക്കണം, അല്ലെങ്കിൽ ഇൽമിൽ ബറക്കത്തുണ്ടാവില്ല. അതുപോലെ സംഘടനാ നേതാക്കൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല. പിണങ്ങിയാൽ പിണക്കത്തിൽ ബറക്കത്തുണ്ടാവില്ല, സംഘടനയിൽ ബറക്കത്തുണ്ടാവില്ല. കുടുംബത്തിൽ പിണക്കമുണ്ടായാൽ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവില്ല. കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയറുകാർ തമ്മിൽ പിണക്കമുണ്ടായാൽ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവില്ല. അങ്ങനെ ഏത് വിഷയത്തിലും പിണങ്ങുകയെന്നത് ഒരു വിഷയത്തിന് പരിഹാരമല്ല, അല്ലാഹുവിങ്കൽ നിന്നുള്ള ബറക്കത്ത് ഉയർന്നു പോകാൻ കാരണമാണ്. അങ്ങനെ പിണങ്ങാൻ പാടില്ല. പക്ഷേ
പിണക്കം സംഭവിച്ചാൽ ആ പിണങ്ങിയവരെ ഇണക്കാൻ വേണ്ടി സംസാരിക്കുക എന്നത് അതൊരു വലിയ പുണ്യകർമ്മമാണ് എന്നാണ് ഞാൻ ഓതിയ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه اجرا عظيما. الله سبحانه وتعالى لا خير في كثير من نجواهم, അവരിൽ പലരുടെയും സംസാരത്തിൽ ഖൈറില്ല എന്നാദ്യം പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ധർമ്മം ചെയ്യാൻ വേണ്ടി പറയുന്ന സംസാരം നല്ല സംസാരമാണ്, അത് വലിയ ഖൈറുള്ള സംസാരമാണ്. അത് പറഞ്ഞവന് പടച്ചവന്റെ അടുക്കൽ കൂലി കിട്ടുന്നു, കൊടുക്കുന്നവന് സ്വർഗത്തിൽ കടക്കാൻ വഴിയാകുന്നു. ആ കൊടുക്കുന്ന മനുഷ്യന് ദുനിയാവിൽ അല്ലാഹു കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കാരണമാകുന്നു. ആ കൊടുക്കുന്ന മനുഷ്യന് സ്വർഗം സമ്പാദിക്കാൻ കാരണമാകുന്നു, നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ കാരണമാകുന്നു. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് പ്രചോദനം നൽകലാണല്ലോ ധർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള സംസാരം. ഇല്ലാ മൻ അമറ ബിസദഖ ഔ മഅറൂഫിൻ, നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു, അതും വലിയ പുണ്യമുള്ള ഒരു അമലാണ്. ഔ അമറ ബിമാ ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, മനുഷ്യന്മാർക്കിടയിൽ സന്ധിയുണ്ടാക്കാൻ വേണ്ടി, മനുഷ്യന്മാർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരം വളരെ ഖൈറുള്ള സംസാരമാണ്. ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه اجرا عظيما. അതിനുവേണ്ടി സംസാരിക്കുന്നവർ, ഈ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുന്നവർ, അവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്.